വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഹോം സ്റ്റൈൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ കാണണേ, ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് 7 മുട്ടയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം. ഒരു വലിയ സവാള, 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത്, ഇനി 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും, ഒരു തണ്ട് കറിവേപ്പിലയും. ഇനി അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുക്, അതൊന്ന് പൊട്ടി വരുമ്പം കുറച്ച് പെരിഞ്ജീരകം, അതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പം സവാളയും ഇട്ടൊന്ന് വഴറ്റി എടുക്കാം. നമ്മുടെ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ ചാനലിൽ മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോസാണ്. ഇത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെന്ന് കാണുക. നല്ല എളുപ്പം ചെയ്യാവുന്ന കുറേ ഡിഷസാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഞാൻ മുൻപിട്ട വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലെ വീഡിയോസ് ഇനിയും ഇടാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇനി ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം. ഇനി നമുക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ച മണം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. മസാല ഒക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് വേറെ ആരുമല്ല, അതാണ് നമ്മുടെ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു സംഭവമാണ്. ഇത് വെറുതെ കളയരുത് കേട്ടോ. ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ ഗാർഡനിങ്ങിലാണെങ്കിലും, നമ്മുടെ പാചകത്തിലാണെങ്കിലും, നമ്മുടെ മുടിക്കാണെങ്കിലും ഭയങ്കര നല്ല ഉപയോഗമുള്ളൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ കഞ്ഞിവെള്ളം ഒഴിച്ചൊഴിച്ച് ഇതൊന്ന് വഴറ്റി ഇതൊക്കെ നല്ലൊരു ചാറിൻ്റെ രൂപത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ആ മുട്ടയൊക്കെ നമ്മൾ ഇങ്ങനെ സ്ലൈസ് വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു തിലയും വന്നു. ഇനി ആ മുട്ടയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി മസാലയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ഉപ്പിന് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം.
ഈ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരിച്ചിരി ചിക്കൻ മസാല ഇട്ടാലും ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു ആ പാല്. ഓക്കെ, ഇനി മസാല എല്ലാം മുട്ടയിൽ പിടിക്കുന്നത് വരെ ഒരു 5 മിനിറ്റ് അടുപ്പിൽ വെച്ച് മുട്ടക്കറിക്ക് നല്ലൊരു തിള വന്നു നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മേലിലൂടെ അത് വിതറി കൊടുക്കാം. അപ്പോൾ നല്ല ഒരു തിള ഒന്നും കൂടി ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ മുട്ടക്കറി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. നമ്മൾ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പോൾ ചേർത്തത്, കഞ്ഞിവെള്ളവും പാലും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.